ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ഫയൽ ഇമ്പോർട്ട് ചെയ്തേ. അതൊരു പിക്ചർ ഫയലാണ്. ഇതിൻ്റെ അകത്ത് ഒരു PNG ഫയൽ ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ഞാനിങ്ങനെ വരച്ചു. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇതൊരു പിക്ചർ ഫയലാണ്. അപ്പോൾ നമ്മളിതിനെ ട്രേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഇതിലോട്ട് കൊണ്ടുവരണം, കർവിലോട്ട് കൊണ്ടുവരണം. അതൊരു കോറൽ ഡ്രോ ഫോർമാറ്റിലോട്ട് ആക്കണം. ഇതേ സെയിം സംഭവം ഇല്ലുസ്ട്രേറ്ററിൽ നമുക്കുള്ളതാണ്. ലൈൻ ആർട്ടായിട്ട് കൺവേർട്ട് ചെയ്യുക. ഒരു വട്ടം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിന് ലൈൻ ആർട്ടായിട്ട് ഇത് ബിഫോറും ഇത് ആഫ്റ്ററും. ഇത് നമ്മൾ ഒറിജിനലായിട്ട് കൊടുത്തത് ഇത് ആഫ്റ്റർ. പിന്നെ അതിൻ്റെ അത് ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ട്. ഡീറ്റെയിൽ കൂട്ടിക്കഴിയുമ്പോൾ സിസ്റ്റം ഹാങ് ആവും. പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് സംഭവം കിട്ടും. കോർണർ കൂട്ടിക്കഴിഞ്ഞാൽ കോർണർ ചിലപ്പം എന്താണ് പ്രോബ്ലം ആവാനുള്ള ചാൻസ് ഉണ്ട്, ഡിസ്ട്രാക്റ്റ് ആയി പോകാനുള്ള ചാൻസ്. കോർണർ 0 ഇട്ടിരുന്നാൽ മതി. സ്മൂത്ത്നെസ് എത്ര വേണോ കൂട്ടാം, കുഴപ്പമില്ല. ഇപ്പോൾ ഇത് വന്നിട്ടുണ്ട്, ഞാൻ ഓക്കെ എടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനലും ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു കോപ്പിയും അല്ലേ. ഈ ഒരു കോപ്പിയെ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കൺവേർട്ട് ടു കർവ്സ്. കർവ് ആക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ ഔട്ട്ലൈൻ എടുക്കാൻ പറ്റുള്ളൂ. സോ കൺവേർട്ട് ടു കർവ്സ്. കർവ് ആക്കിയ ശേഷം ഇതിൻ്റെ അകത്ത് അൺഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, കണ്ടോ, അൺഗ്രൂപ്പ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്, കണ്ടോ, അൺഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഔട്ട്ലൈനല്ലേ എനിക്ക് വേണ്ടത്. സോ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ബൗണ്ടറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? ക്രിയേറ്റ് ബൗണ്ടറി. ഒരു ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ബൗണ്ടറി കംപ്ലീറ്റ് പുറത്തെടുക്കാം, കണ്ടോ. എന്നിട്ട് ഇത് തൽക്കാലത്തേക്ക് നമുക്ക് മൂവ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ അൺഗ്രൂപ്പ് ആയിപ്പോയി, കുഴപ്പമില്ല. ഫുൾ സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ Ctrl+G അടിച്ചിട്ട് ഇതിനെ അങ്ങ് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിതാ ഇതാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം, വേറൊരു ലെറ്റേഴ്സ് കൊണ്ടുവന്നിട്ട് നമുക്ക് മാസ്ക് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഗ്രാഫിക്സ് എന്ന് ടൈപ്പ് ചെയ്തേ. ഗ്രാഫിക്സ്. ഓക്കെ, ഗ്രാഫിക്സ് എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇതിനൊന്ന് വലുതാക്കി. ഓക്കെ, ഓൾട്ടും ഷിഫ്റ്റും ഉപയോഗിച്ച് വലുതാക്കി. ഈ ഗ്രാഫിക്സ് എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രോക്കിനെ റിമൂവ് ചെയ്യാം. എന്താ, ഇതിൻ്റെ അകത്ത് നോ സ്ട്രോക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നോ സ്ട്രോക്കായി. ഫില്ലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫില്ല് ഇവിടെ ആഡ് ആവും, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ടു കർവ്. എന്തുകൊണ്ടാണ് കർവായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, നമ്മൾ ഇതിനെ കർവായിട്ട് കൺവേർട്ട് ചെയ്തില്ലേ, അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്റ്റും തമ്മിൽ എന്താവത്തില്ല, ബ്ലെൻഡ് ആവത്തില്ല. സോ ഇവിടെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, കൺവേർട്ട് ടു കർവ്സ്. അപ്പോൾ കർവായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബ്രേക്ക് കർവ് എപ്പാർട്ട്. ഓക്കെ, അപ്പോൾ അത് ബ്രേക്കുമായി. ഇനി നമുക്ക് ഇതിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് എൻവലപ്പ് ഉണ്ട്, അല്ലെങ്കിൽ എൻവലപ്പ് എവിടെ നിന്ന് എടുക്കും, ഇതിൻ്റെ അകത്ത് നമുക്ക് എൻവലപ്പ് എടുക്കേണ്ടി വരും. എവിടെയാണ്, എഫക്റ്റിൻ്റെ അകത്ത് എൻവലപ്പ്, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് എന്ന് പറയുന്ന Ctrl+F7 ആണ് എൻവലപ്പിൻ്റെ ഷോർട്ട് കട്ട്. ഓക്കെ, ഷോർട്ട് കട്ട്സ് പറയാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് എൻവലപ്പ് ഫ്രം, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് ഇങ്ങനെ എൻവലപ്പ് എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ വരും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ആ ഒരു എൻവലപ്പിന് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് 3-4 ഓപ്ഷൻസ് ഉണ്ട്, ഹൊറിസോണ്ടൽ, ഒറിജിനൽ, പുട്ടി ആൻഡ് വെർട്ടിക്കൽ. അപ്പോൾ ഇതിൻ്റെ അത് വെർട്ടിക്കലാണ് കുറച്ചും കൂടെ നമുക്ക് സിങ്ക് ആവുന്ന സംഭവം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇനി ഇതിനെ അകത്തോട്ട് പ്ലേസ് ചെയ്താൽ പോരെ. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം ചെയ്യുക, ഇത് മൊത്തം ഇങ്ങനെ കയറി പോകണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്നൊരു ലൈൻ വരയ്ക്കാം. ഇതുവരെ എനിക്ക് ടെക്സ്റ്റ് മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് ബാക്ക് ആൻഡ് ഫ്രണ്ട് അല്ലേ, ഇത് ബാക്കിലും ഇത് ഫ്രണ്ടിലും 1 ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, ദെൻ 2 രണ്ട് സെലക്ട് ചെയ്തിട്ട് ഫ്രണ്ട് മൈനസ് ബാക്ക് കൊടുക്കും. ഫ്രണ്ട് മൈനസ് ബാക്ക് കൊടുത്താൽ ഇങ്ങനെ ആവും. അപ്പം നമുക്ക് ഫ്രണ്ട് മൈനസ് ബാക്ക് കൊടുത്താൽ ഇങ്ങനെ ആവും, ബാക്ക് മൈനസ് ഫ്രണ്ട്. ഓക്കെ, ഇത്രയും പിടി കിട്ടിയോ. ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുക, E ഫോർ സെൻറ്റർ ആൻഡ് C ഫോർ അലൈൻ. ഓക്കെ, ഇപ്പോഴും ഇതിങ്ങനെ പുറത്ത് പോയിട്ടുണ്ട് അല്ലേ. ഇപ്പം നോക്കി, ഇപ്പോഴും ഇതിങ്ങനെ പുറത്ത് പോയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇതും കൂടെ സെലക്ട് ചെയ്തിട്ട് E ഫോർ സെൻറ്റർ ആൻഡ് C ഫോർ അലൈൻ. ഇപ്പോൾ പുറത്ത് പോയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒബ്ജക്റ്റിനെയും ഈ ഒരു ഒബ്ജക്റ്റിനെയും സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തൊന്ന് വെൽഡ് ചെയ്ത് നോക്കാം. ഇല്ല, വെൽഡ് ആവത്തില്ല. ഇതും കൂടെ സെലക്ട് ചെയ്യാം. അതായത് ഫുൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ടൊന്ന് നമുക്ക് വെൽഡ് ചെയ്ത് നോക്കാം. ഇല്ല, ട്രിം ചെയ്ത് നോക്കാം. ഇതുണ്ടോ, ട്രിം ചെയ്തപ്പോൾ എന്ത് പറ്റി, ആ ഒരു സംഭവം മാത്രമായിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഒഴിവാക്കാം. നമുക്ക് എന്താണ് ഈ ഒരു സംഭവത്തിനെ നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് ഇതിനെ
ഓക്കെ, ഇതിനെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇതിനെടുത്ത് ഇവിടെ വയ്ക്കുക. ഇത് രണ്ട് സെലക്ട് ചെയ്യുക, ഇ ആൻഡ് സി. സോറി, ഇത് സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക, ഇ ആൻഡ് സി. അപ്പോൾ നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റുമോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതും രണ്ട് ഒബ്ജക്റ്റാണ്. ഇങ്ങനെ സെലക്ട് ചെയ്യുക. വെൽഡ് ചെയ്യാൻ പറ്റുന്നില്ല. ട്രിം ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ നോക്കി കഴിയുമ്പോൾ ഈ ഒബ്ജക്റ്റ് ഇത് രണ്ടും തമ്മിൽ കണ്ട കംപ്ലീറ്റ് ആയിട്ട് ഗ്രാഫിക്സ് എന്ന് എഴുതിയിരിക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് ട്രിം ആയിട്ടുണ്ട്. അപ്പം ഇത് ഒരു ഔട്ട്പുട്ട്, പല ഔട്ട്പുട്ട്സ് നമുക്ക് എടുക്കാം. അതാണ് ഞാൻ പറയുന്നത്. ഒരു ഔട്ട്പുട്ട് അല്ല, ഇതിൽ നിന്ന് നമുക്ക് ഒരെണ്ണത്തിൽ തന്നെ പല ഔട്ട്പുട്ട്സ് എടുക്കാം. ഔട്ട്ലൈൻ പോലെ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പല ഔട്ട്പുട്ട്സ് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്ത് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാം. Ctrl+C Ctrl+V. ഞാൻ മൂവ് ചെയ്ത് ഇവിടെ വെച്ചാൽ Ctrl+C Ctrl+V ഇതിനെ മൂവ് ചെയ്ത് ഇവിടെ വെച്ചു. ഓക്കെ, ഇനി ഞാൻ നേരത്തെ കാണിച്ചതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലൈൻ വരയ്ക്കാം. ഇവിടെ ഇങ്ങനെ ഒരു ഫ്രീ ഹാൻഡ് ടൂൾ വെച്ചിട്ട് ഒരു ലൈൻ വരച്ചേ. എന്നിട്ട് ഇതും കൂടെ സെലക്ട് ചെയ്യുക. 1 and 2 ഏതാണ്? ഫ്രണ്ട് മൈനസ് ബാക്ക് കൊടുക്കുക. സോറി, ബാക്ക് മൈനസ് ഫ്രണ്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ടായി. ഇനി ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുക. Ctrl+C Ctrl+V. ഓക്കെ, നമുക്ക് ഒന്നിൽ ഇതിനെ അങ്ങ് പ്ലേസ് ചെയ്ത് നോക്കാം. ഇതിനെ സെലക്ട് ചെയ്യുക, ഇ ആൻഡ് സി. അപ്പം ഇതൊരു ഔട്ട്പുട്ട്. അതിന് മുന്നേ ഇതും കൂടെ സെലക്ട് ചെയ്ത് ഇ ആൻഡ് സി. ഓക്കെ, ഇതിപ്പോൾ ഇതിനെ നമുക്ക് ഈ ഒരു ലൈൻ ഇല്ലേ, ഈ ഒരു ലൈൻ ഇതുമായിട്ട് കമ്പൈൻഡ് ആണ്. ലൈൻ ഇല്ലാതെയാണ് നമ്മൾ എടുത്തത്. കുഴപ്പമില്ല, നമുക്ക് ലൈൻ ഇവിടെ ഇങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഇനി ഇതും കൂടെ സെലക്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ട് ഈ മൊത്തത്തിലുള്ള ഇതും കൂടെ സെലക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് എല്ലാം ഒന്ന് ചെയ്ത് നോക്കാം. വെൽഡ് വർക്ക് ചെയ്യത്തില്ല, ട്രിം ഇല്ല, ഇൻറ്റർസെക്റ്റ് ആവും, സിംപ്ലിഫൈ ആവും, ഫ്രണ്ട് മൈനസ് ബാക്ക് പോവും, ബാക്ക് മൈനസ് ഫ്രണ്ട്. ആ ഒരു ലൈനും മാറിയിട്ട് ഇതെങ്ങനെയാവും. വേണമെങ്കിൽ ആ ലൈൻ അങ്ങ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. കണ്ടോ, ഫ്രണ്ട് മൈനസ് ബാക്ക് കൊടുത്ത ഇതായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട്. മനസ്സിലായോ? ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാം. Ctrl+C Ctrl+V മൂവ് ചെയ്ത് വെച്ചിട്ട് ഇതിനെടുക്കുക, റൈറ്റ് മൗസ് ഡ്രാഗ് എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുവയ്ക്കുക, റൈറ്റ് ക്ലിക്ക്, പവർ ക്ലിപ്പ് ഇൻസൈഡ്. കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്കിതിനെ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്തിട്ട് നമുക്കതിൻ്റെ പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്യുന്നു, നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഏത് പൊസിഷനിലാണ് അത് ഇരിക്കേണ്ടത് ആ ഒരു പൊസിഷനിലേക്ക് അതിനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ ഒരു ഔട്ട്ലൈന് നമുക്ക് കിട്ടും, ആ ഒരു പൊസിഷന് നമുക്ക് കിട്ടും. സ്വല്പം കൂടെ സ്കെയിൽ ചെയ്യണമെങ്കിൽ സ്വല്പം കൂടെ സ്കെയിൽ ചെയ്യുക. ഡ്രാഗ് ചെയ്ത് ഈ ഒരു പൊസിഷനിലേക്ക് വയ്ക്കുക, സെലക്ട് ചെയ്യുക, സ്വല്പം കൂടെ ഒന്ന് ഡ്രാഗ് ചെയ്യുക. അതായത് കറക്റ്റ് ആ ഒരു ഇതുമായിട്ട് കറക്റ്റ് ലിങ്ക് വരണം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫീല് പോകും. ഓക്കെ, ഫിനിഷ് കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ, അതാ ഈ രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. കണ്ടോ, വെൽഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഔട്ട്പുട്ട് കിട്ടിയത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു രീതിയിലല്ല പല രീതിയിലുള്ള ഔട്ട്പുട്ട് നമുക്കതിനെ എടുക്കാം. ഇനി അടുത്തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോപ്പിയും കൂടെ ഉണ്ടല്ലോ, ഒരു കോപ്പിയും കൂടെ എടുത്തേക്കാം. Ctrl+C Ctrl+V മൂവ് ചെയ്ത് ഇവിടെ വെച്ചു. സോറി, Ctrl+C Ctrl+V മൂവ് ചെയ്തിട്ട് ഇവിടെ വെച്ചു. ഇത് നമ്മൾ നേരത്തെ എടുത്തതല്ലേ, അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കോപ്പി ഉണ്ട്. ഈ ഒരു കോപ്പി നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തു, ഇ ആൻഡ് സി. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ലൈൻ ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫുൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതും ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഇതും സെലക്ട് ചെയ്യുക. ഇതിൻ്റെ അകത്ത് വെൽഡ് വർക്ക് ചെയ്യത്തില്ല. ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇതും സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് മൈനസ് ബാക്ക് മൈനസ് ഫ്രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് മെർജ് ആവും. കണ്ടോ, അതാ പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്ക് മൈനസ് ഫ്രണ്ട് കൊടുക്കുമ്പോൾ ഫ്രണ്ട് മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഏതാണ്? ഇപ്പോൾ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് ഫ്രണ്ടും ബാക്കിലിരിക്കുന്ന ഒബ്ജക്റ്റ് ബാക്കിലും. ഇപ്പോൾ കർവ് ആണെങ്കിൽ കർവ്, ഇതാണ് ഫ്രണ്ട്. ഇപ്പോൾ ഗ്രാഫിക്സ് എന്ന് എഴുതിക്കുന്നതാണ് ഫ്രണ്ട് എങ്കിൽ ഈ കർവ് ബാക്ക്. അതിൻ്റെ അകത്ത് നമുക്ക് ബാക്ക് മൈനസ് ഫ്രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും, ഫ്രണ്ട് മൈനസ് ബാക്ക് കൊടുത്താൽ ഇങ്ങനെ മൂവ് ആവും. പക്ഷേ രണ്ടും കർവ് ഒബ്ജക്റ്റ് ആണെങ്കിൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതിനെ പ്ലേസ് ചെയ്താൽ ഏകദേശം ഇതുപോലത്തെ ഔട്ട്പുട്ട് തന്നെ നമുക്ക് കിട്ടും. മൂവ് ചെയ്ത് ഇവിടെ വയ്ക്കുക, കൺവേർട്ട് കർവ് കൊടുക്കുന്നത്. ജസ്റ്റ് മൂവ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പവർ ക്ലിപ്പ് ഇൻസൈഡ്. അതുകൊണ്ടത് കൃത്യമായിട്ട് ഏത് രീതിയിൽ വരണം എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം. ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ഗ്രാഫിക്സ് എന്ന് എഴുതിയിരിക്കുന്ന ഔട്ട്പുട്ടിൻ്റെ ഇതും വേറെ കളർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഗ്രാഫിക്സ് എന്ന് ടൈപ്പ് ചെയ്യണേ. ഗ്രാഫിക്സ്. ഓക്കെ, ഗ്രാഫിക്സ് എന്ന് ടൈപ്പ് ചെയ്തു. ഇതിനെ സ്വല്പം ഒന്ന് വലുതാക്കി
ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നേരത്തെ പോലെ ഇവിടെ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഫില്ല് മാത്രമാക്കി. ഇതെന്ത് ഒബ്ജക്റ്റാണ്? ഓട്ടോമാറ്റിക്കായിട്ട് കർവാണ്. ഒന്നുകിൽ ഇതിൻ്റെ ഇതൊന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ അത് വൃത്തികേടായിപ്പോവും. എന്നിട്ട് ഇത് സെലക്ട് ചെയ്യുക, ഇതും തമ്മിൽ ഇങ്ങനെ ഫില്ല് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിൽ സെലക്ട് ചെയ്തു, ഇതിൻ്റെ അകത്ത് E and C ഇങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഗ്രാഫിക്സിൽ സെപ്പറേറ്റ് കളർ കൊടുക്കാം, ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് കളർ കൊടുക്കാം. സോ ഇതിനകത്ത് ഞാൻ ഡാർക്ക് കൊടുത്തു. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഞാൻ ലൈറ്റ് കൊടുത്തു. മനസ്സിലായ സംഭവം? അപ്പോൾ ഏതിൽ വേണമെങ്കിലും ഒബ്ജക്റ്റിൽ നിങ്ങൾക്ക് 2D ആണെങ്കിൽ 2D ആയിട്ട് കൺവേർട്ട് ചെയ്യാം, റിയലിസ്റ്റിക് ആണെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലാത്ത രീതിയിലാണെങ്കിൽ അല്ലാത്ത രീതിയിൽ കൺവേർട്ട് ചെയ്യാം. അതായത് ഒറിജിനൽ ഒബ്ജക്റ്റിനെ നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം, ആ രീതിയിൽ അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ ഫയൽ ഒന്നും കൂടെ പ്ലേസ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇമ്പോർട്ട് കൊടുത്തിട്ട്, ഒരു നെറ്റ്ഫ്ലിക്സിൻ്റെ ലോഗോ ഉണ്ട് ഇതിൻ്റെ അത് കണ്ടോ, നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ലോഗോ ഉണ്ട്. ഞാൻ ഈ ലോഗോയെ ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്ത് നോക്കാം. ട്രേസ് വിത്ത് മാപ്പ്. അതിൻ്റെ അകത്ത് നമ്മൾ ലൈൻ ആർട്ടിന് പകരം എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ലോഗോ കൊടുക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ലോഗോ കൊടുക്കുക കേട്ടോ, എന്നാലേ അത് കറക്റ്റായിട്ട് വരുള്ളൂ. ഓക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്കതിനെ റിമൂവ് ആക്കി ഇതാ കിട്ടും. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഏതാണ് കൺവേർട്ട് ടു കർവ്സ്, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺഗ്രൂപ്പ് ഓൾ. ഇതാ ഇവിടുന്ന് ബാക്കിയെല്ലാം റിമൂവ് ചെയ്തിട്ട് ആ നെറ്റ്ഫ്ലിക്സിൻ്റെ ലോഗോ മാത്രം നമുക്ക് കിട്ടും. സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ടുള്ള ലോഗോ എന്ന് വെച്ചാൽ മറ്റേനാണെങ്കിൽ ക്വാളിറ്റി കുറവായിരിക്കും. ഇത് കറക്റ്റ് പക്ക സംഭവം കിട്ടും. ഇപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാം ഒന്നുകൂടെ. എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് ട്രേസ് വിത്ത് മാപ്പിൻ്റെ അകത്ത് പല ഇതുണ്ട്, അത് ക്വാളിറ്റി കുറഞ്ഞ് കൂടുതലും കിട്ടാം. വെറും ലോഗോ ആണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ കുറവായിരിക്കും. പക്ക ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ലോഗോ കൊടുക്കുക. ഡീറ്റെയിൽ ലോഗോ കൊടുത്തിട്ട് ഇതിനകത്ത് ഇനിയും കൂട്ടാം കേട്ടോ, സ്മൂത്ത്നെസ് ഒക്കെ ഇനിയും കൂട്ടാം. പക്ഷേ കണ്ടോ സ്മൂത്തായി വരുന്നുണ്ടോ, കണ്ടോ? പക്ഷെ അത് ഒരുപാടായി കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം പോവുകയും ചെയ്യും. അതുകൊണ്ട് നോക്കുക, കോർണർ ഇങ്ങനെ പിടിക്കുമ്പോഴും ചിലപ്പോൾ ആ കോർണറിൻ്റെ ഇതെല്ലാം മാറിയിട്ട് വേറെ രീതിയിലൊക്കെ വരും. ഇപ്പം ട്രേസ് ടൈപ്പ് ഔട്ട്ലൈൻ ആണ്, ഔട്ട്ലൈൻ ഇമേജ് ഡീറ്റെയിൽ ലോഗോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് മാറ്റി വേറെ ലോഗോയൊക്കെ ആക്കി നോക്കാം. കണ്ടോ ക്വാളിറ്റി കുറവാണ് കുറച്ച്. അപ്പോൾ നമുക്കിതിൻ്റെ ലോഗോ മാറ്റിയിട്ട് ഡീറ്റെയിൽ ലോഗോ ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്വാളിറ്റി കിട്ടും. മനസ്സിലായോ തമ്മിലുള്ള വ്യത്യാസം? എന്നിട്ട് ഞാൻ ഓക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ലോഗോ മാത്രം ട്രേസ് ചെയ്തെടുക്കാം. റൈറ്റ് ക്ലിക്ക് അൺഗ്രൂപ്പ് കൊടുത്തിട്ട് ഇതിനെല്ലാം കൂടെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. നമുക്ക് വേണ്ട ആ നെറ്റ്ഫ്ലിക്സിൻ്റെ ഇത് മാത്രം നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇത് മാത്രം നമുക്ക് സെപ്പറേറ്റ് ട്രേസ് ചെയ്തെടുക്കാം. മനസ്സിലായ സംഭവം? എന്നിട്ട് ഇതിനെ എല്ലാത്തിനും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. വെറുതെ അങ്ങ് സെലക്ട് ചെയ്തിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. കണ്ടോ സംഭവം? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ലോഗോ തന്നെ നമുക്ക് കൃത്യമായിട്ട് ട്രേസ് ചെയ്തെടുക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, ബാക്കി എന്ത് സംഭവങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽ പക്കായിട്ട് ചെയ്തെടുക്കുക. ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ആക്കുക, ഇടയിൽ മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഇതിനുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ടു കർവ്സ് ഉണ്ടോ ഇതിൻ്റെ അകത്ത്? ഇല്ല. പകരം നമുക്ക് എന്താണ്, ഓൾറെഡി ഇതാണ്. അപ്പോൾ നമുക്ക് ഷേപ്പ് എടുത്തിട്ട് കണ്ടോ, നിങ്ങൾക്ക് ആ ലോഗോയെ കുറച്ചും കൂടെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. കണ്ടോ, നിങ്ങൾ ആ ലോഗോ നോക്കിയിട്ട് ആ ലോഗോ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ, അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. മൂവ് ചെയ്തിട്ട് ആ മിസ്സായ പോർഷൻ ഉണ്ടെങ്കിൽ ആ മിസ്സായ പോർഷനെല്ലാം നമുക്ക് പിടിച്ച് മൂവ് ചെയ്ത് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക. ടു കർവ് ആണെങ്കിൽ കർവ്, അല്ലെങ്കിൽ ക്ലോസ് കർവ് കൊടുത്തു കഴിഞ്ഞാൽ ക്ലോസ് കർവ് ആവും. കണ്ടോ ക്ലോസ് കർവ് കൊടുത്താൽ മതി. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് കർവ് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, ക്ലോസ് കർവ് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും. ഇവിടെ സെലക്ട് ചെയ്തു ക്ലോസ് കർവ്. കണ്ടോ, അപ്പോൾ ആ ഒരു പ്രശ്നവും നമുക്ക് തീർന്നു. അതുപോലെ നമുക്ക് ലോഗോസിനെ എല്ലാം നമുക്ക് ഇതുപോലെ നമുക്ക് ട്രേസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്ലൈനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഔട്ട്ലൈൻ എന്നുള്ള കാര്യം. ഫുൾ സെലക്ട് ചെയ്യുക. എങ്ങനെ ഔട്ട്ലൈനായിട്ട് കൺവേർട്ട് ചെയ്യാം? ക്രിയേറ്റ് ബൗണ്ടറി. അപ്പോൾ ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്യുക. കണ്ടോ, അപ്പോൾ ഇത് മാറിപ്പോയി. ഇതിൻ്റെ അകത്ത് എന്തോ ഒരു സംഭവം എഡ്ജ് കൂടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ നെറ്റ്ഫ്ലിക്സ് എന്നുള്ളതിനെ മാത്രം നമുക്കങ്ങ് സെലക്ട് ചെയ്യാം. അതങ്ങനെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ വിൻഡോയ്ക്കകത്ത് ഏതാണ് ഡോക്കേഴ്സിൻ്റെ അകത്ത് ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആ ബ്രേക്ക് ആയിട്ടുള്ള കർവ്സ് കംപ്ലീറ്റ് കാണാൻ പറ്റും. ആ നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നതിൽ ബ്രേക്ക് ആയിട്ടുള്ള കർവ്സ് കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും.
അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം. ഇതാ 1 ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതാണ്ടോ, ഇത്രയും സംഭവങ്ങളാണ്. 1 2 3 4 5 6 7 8 9 10. ഇതുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൺട്രോൾ G അടിക്കാൻ തൽക്കാലം, എന്നിട്ട് നമുക്ക് അതിനെ മൂവ് ചെയ്യാം. ഈ N എന്ന് പറഞ്ഞതിൻ്റെ സംഭവം കൂടെ കാണും ഇതിൻ്റെ അകത്ത്. തൽക്കാലം നമുക്ക് ഇത്ര സെലക്ട് ചെയ്യാം, എന്നിട്ടൊന്ന് മൂവ് ചെയ്ത് നോക്കാം. ഇല്ല, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. സോറി, ഈ N മാത്രം നമുക്ക് സെപ്പറേറ്റ് ആദ്യം ഗ്രൂപ്പ് ചെയ്യാം. ഇത് ഇത്രയാണ് N. കൺട്രോൾ G ഫോർ ഗ്രൂപ്പ്, അതിനെ അങ്ങ് മാറ്റാം. ഓക്കെ, ഇനി നെറ്റ്ഫ്ലിക്സ് എന്നുള്ളതാണ്ടോ ഇത്രയും സംഭവമുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിനെ നമുക്ക് കർവായിട്ട് കൺവേർട്ട് ചെയ്യാം. നോക്കിയേ, സംഭവം കിട്ടിയോ? ഇനി അടുത്തത് നമുക്ക് N എന്നുള്ളതിനെയും നമുക്ക് എന്ത് ചെയ്യാം, അൺഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാം. സോറി, എന്നിട്ട് ഇതിനെ മാറ്റി കഴിഞ്ഞാൽ കണ്ടോ, നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞതിൻ്റെ ഇത് ഉൾപ്പെടെ നമുക്കിവിടെ കിട്ടി. മനസ്സിലായ സംഭവം? ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് സെപ്പറേറ്റ് പീസ് അല്ലേ, ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. കൺട്രോൾ G ഫോർ ഗ്രൂപ്പ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെടുക്കുക, റൈറ്റ് ക്ലിക്ക്, പവർ ക്ലിപ്പ് ഇൻസൈഡ്. മനസ്സിലായ സംഭവം? അങ്ങനെ നമുക്ക് ഏത് രീതിയിലും അതിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ കളർ മാറ്റാം. ഏതെങ്കിലും കളറാക്കി കഴിഞ്ഞാൽ ഇതാ വേറെ കളറാക്കി, ഇതിനെയും വേറെ. അത് ഒറിജിനൽ ലോഗോ എടുത്താണ് ഈ പണിയുന്ന മൊത്തവും. മനസ്സിലായോ? എന്നിട്ട് ഫുൾ സെലക്ട് ചെയ്ത് മൂവ് ചെയ്ത് വെച്ചു. റൈറ്റ് ക്ലിക്ക്, കൈ എടുക്കുന്നു, പവർ ക്ലിപ്പ് ഇൻസൈഡ്. ഇതാ ഇവിടെ മിസ്സായിട്ടുള്ളതെല്ലാം ഫിറ്റ് കണ്ടന്റിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? എന്നിട്ട് ഇവിടെയൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണാം. അതിലൊക്കെ നമ്മൾ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട്, അത് എന്താണ് അവിടെ ചെയ്യേണ്ടതെന്നുള്ളത്. അതേപോലെ ഇതിൻ്റെ അകത്ത് ഇതാ കുറേ സംഭവങ്ങളൊക്കെ മുകളിലോട്ടൊക്കെ പോയി. അതിനെല്ലാം നമുക്ക് ഷേപ്പ് ടൂൾ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. കണ്ടോ? അപ്പോൾ ഇതും അനാവശ്യമായിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം, ഇവിടെയും റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഈ പോർഷനും റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം, ഇവിടെയും റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് പഴയ പോലെ അതിലെങ്ങനെയായിരുന്നു ആ ലോഗോ അതേപോലെ തന്നെ നമുക്ക് ലോഗോ എഡിറ്റ് ചെയ്യാം. മനസ്സിലായ? ഇതാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. നമുക്ക് ഒറിജിനൽ ആയിട്ടുള്ള ലോഗോ അതുപോലെ ട്രേസ് ചെയ്യാം. എന്താ ഇവിടെയും പ്രശ്നമുണ്ട്, കണ്ടോ, ഈ എക്സിൻ്റെ ഇവിടെ. അപ്പോൾ ഞാൻ വീണ്ടും ഷേപ്പ് ടൂൾ എടുക്കുന്നു. ആ ഷേപ്പ് ടൂളിൻ്റെ അകത്ത് ഇവിടെ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ഡിലീറ്റ്, വെറുതെ റൈറ്റ് ക്ലിക്ക് ഡിലീറ്റ് ചെയ്തോ, റൈറ്റ് ക്ലിക്ക് ഡിലീറ്റ്. ഇതാ പോയിന്റ് കാണിക്കുന്നുണ്ടല്ലോ, ഇവിടെ നോക്കിയേ, ഇതാ പോയിന്റ് ഉണ്ട് ഇവിടെ, കണ്ടോ? ഡിലീറ്റ്, ഇവിടെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ഡിലീറ്റ്. ഓക്കെ, ഇപ്പോൾ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഡിലീറ്റ് ചെയ്തും കളയാണ് എല്ലാം. ഇവിടെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ഡിലീറ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഷേപ്പൊക്കെ ക്ലിയർ ചെയ്യാൻ അറിയാമല്ലോ, നമ്മുടെ കയ്യിൽ ടൂൾസ് ഉണ്ട്. ഷേപ്പ് എല്ലാം നമുക്ക് സ്മൂത്തായിട്ട് ക്ലിയർ ചെയ്യാം. പക്ഷെ കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്, അതുകൊണ്ട് അത് കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു കളറാണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കളർ വയ്ക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു കളറാണ് 3D ആയിട്ട് പക്ക 3D പറ്റത്തില്ല. നമ്മൾ തന്നെ ഇതിൻ്റെ അകത്ത് 3D മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവരാം. 3D പോലെ 3D ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, പവർ ക്ലിപ്പ് ഇൻസൈഡ്. കണ്ടോ, ഞാൻ എൻ്റെ ലോഗോ മാറ്റി, കളറങ്ങ് മാറ്റി, അത്രേ ഉള്ളൂ. അതേപോലെ നിങ്ങൾക്ക് ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇത് കൊടുക്കണമെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് കൊടുക്കുക. ഞാനിപ്പം പവർ ക്ലിപ്പ് ഇൻസൈഡ് കൊടുത്തിട്ട് ഇവിടെ ആക്കി. ഇനി 3D ആക്കണമെന്നല്ലേ, 3D ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാ ഈ രീതിയിൽ ഇതിനെ 3D ആക്കാം. കണ്ടോ? മനസ്സിലായ? പിടികിട്ടിയ സംഭവം. അപ്പം നമ്മുടെ കയ്യിൽ എന്ത് കണ്ടന്റ് ഉണ്ട് ആ ഒരു കണ്ടന്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു രീതിയിലാക്കിയെടുക്കാം. അതായത് ഇത് ഇത്രയും പിടികിട്ടിയല്ലോ, ഇതെങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന്. ഇതിനകത്ത് ബ്ലോക്ക് ഷാഡോ ഉണ്ട്, കണ്ടോ? ബ്ലോക്ക് ഷാഡോ, കണ്ടോ? ബ്ലോക്ക് ഷാഡോ വയ്ക്കുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക. അതാ ഏത് ഭാഗത്തോട്ട് ഡ്രാഗ് ചെയ്താൽ അത്രയും ഭാഗത്തോട്ട് ഇതാ മൂവ് ചെയ്യുക. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യുക. വെറുതെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ വലിച്ചു, അത്രേ ഉള്ളൂ. വളരെ മൈന്യൂട്ടായിട്ട് എത്ര ഡിസ്റ്റൻസ് അല്ലേ, ഡിസ്റ്റൻസ് എത്ര വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. തിരിച്ചും കൊണ്ടുപോയാൽ മതി. കണ്ടോ? ഈ ബ്ലാക്ക് മൂവ് ചെയ്യുന്ന പോലെ ഇരിക്കും അത്. കണ്ടോ? മനസ്സിലായ സംഭവം? നമ്മൾ സാധാരണ ഒരു സംഭവത്തിന് എടുത്തിട്ട്, അതായത് ഒറിജിനൽ ലോഗോ എടുത്തിട്ട് നമ്മളിതാ ഈ രീതിയിൽ നമ്മളാക്കിയെടുത്തു. കളർ മാറ്റാം, ബ്ലാക്ക് കളർ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ മാറ്റാം. അതിന് മുന്നേ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബ്രേക്ക് ബ്ലോക്ക് ഷാഡോ എപ്പാർട്ട്, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ബ്ലാക്ക് കളർ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ കൊടുക്കാം. ഇതാ
ഫസ്റ്റ് ചെയ്യുന്ന മെനക്കേടാണ്. എപ്പോഴും നമ്മൾ കോറൽ ഡ്രോയിൽ ബ്രേക്ക് ചെയ്ത് കോറൽ ഡ്രോയിൽ എന്ത് ചെയ്താലും നമുക്കിന് ബ്രേക്ക് ചെയ്യാം, അതായിരിക്കും നല്ലത്. പിന്നെയും ചെയ്യാതെ ബ്രേക്ക് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ല ഒറ്റ ക്ലിക്കിൽ നമുക്ക് പരിപാടി കഴിയും. ഇപ്പോൾ ഒരെണ്ണം നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്തില്ലെങ്കിൽ അടുത്തയിലോട്ട് പോവാം. പല ബ്രേക്ക് കർവ് എപ്പാർട്ടുണ്ട്, ബ്രേക്ക് ഷാഡോ എപ്പാർട്ടുണ്ട്. നമ്മൾ എന്ത് കൊടുക്കുന്നു അതിനെ ബ്രേക്ക് ചെയ്യാം. ഇപ്പോൾ എക്സ്ട്രൂഡ് കൊടുത്ത് ബ്രേക്ക് ചെയ്ത്, ഇനി ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫുൾ സെലക്ട് ചെയ്ത് Ctrl G അടിച്ചിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഷാഡോ കൊടുത്തു നോക്കാം. വെറും ഷാഡോ നോക്കിയേ, കണ്ടോ? അപ്പം ഞാനിപ്പോൾ എനിക്ക് ഈ ഷാഡോ തന്നെ എനിക്ക് ബ്രേക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക്, ബ്രേക്ക് ഷാഡോ എപ്പാർട്ട്, ഇതാ കഴിഞ്ഞു. കണ്ടോ? ആ ഷാഡോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയ പ്ലേസ് ചെയ്യാം, ഇഷ്ടമുള്ള പോലെ സ്കെയിൽ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ. വേറൊരു സോഫ്റ്റ്വെയറിൽ ഈ പരിപാടി നടക്കില്ല. കണ്ടോ? എത്രത്തോളം ഷാഡോ വേണോ അത്രത്തോളം ഷാഡോ നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടിനെ തൽക്കാലം ഇവിടെ ഇടാം. ഞാനൊരു ഗ്രേ കളർ കൊടുത്തു, ഷിഫ്റ്റ് പേജ് ഡൗൺ. കണ്ടോ? മനസ്സിലായ സംഭവം? അപ്പം ഷാഡോ നമ്മളതിലുണ്ട് ഓൾറെഡി ഇല്ലേ? അപ്പോൾ ഒരു ഷാഡോയും കൂടെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഷാഡോയും കൂടെ എടുക്കുക, Ctrl C Ctrl V. അപ്പോൾ കുറച്ചുകൂടെ കട്ടിയായിട്ട് കിട്ടും. മൂവ് ചെയ്ത് ഇവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആ ഒരു സംഭവം കിട്ടും. ഷിഫ്റ്റ് പേജ് ഡൗൺ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് താഴെ പോക്കോളും. കേട്ടോ? അപ്പോൾ അത്രയും ഡീറ്റെയിൽ നമുക്ക് ഇവിടെ കിട്ടും. മനസ്സിലായ സംഭവം? അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക, ലോഗോ ചെയ്തെടുക്കുക. അതാണ് നമ്മുടെ പരിപാടി. എന്ന് വെച്ചാൽ ലോഗോ ഒരു 10 ലോഗോ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്ത് ചെയ്തെടുക്കുക. 10 ലോഗോ എങ്കിലും. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫുൾ സ്ക്രീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ്ടോ ഫുൾ സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. F9 അടിക്കുക. കണ്ടോ? മൂവ് ചെയ്യാൻ പറ്റില്ല, അതാണ് ഒരു പ്രശ്നം. നമ്മൾ കറക്റ്റ് ആക്സിസിൽ കൊണ്ടുവച്ചിട്ട് F9 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് മൊത്തം കിട്ടും. കണ്ടോ? മൂവ് ചെയ്ത് വെച്ച് കൊടുക്കുക, F9 അടിക്കുക. മനസ്സിലായ സംഭവം? അപ്പോൾ ഇതുപോലെ നമുക്ക് ലോഗോസ് ക്രിയേറ്റ് ചെയ്യുക. ഒരു 10 ലോഗോ എങ്കിലും കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത് പഠിക്കുക. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. എടുക്കുക, ട്രേസ് ചെയ്യുക. അതാണ് നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കണം. അത് നമ്മൾ ശരിയാകും. എല്ലാം ചെയ്തു തന്നാൽ പിന്നെ എന്താണ്, ഒന്നും ചെയ്യണ്ടല്ലോ. ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ട്രേസ് ചെയ്ത് തന്നെ എടുക്കണം. ഇതാ ഈ ടൂൾ വെച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തെടുക്കണം. ഷേപ്പ് ആക്കണം. ഷേപ്പായാൽ മാത്രമേ ഇത് കൺവേർട്ട്. കണ്ടോ? ഇതിപ്പോൾ പോയി. ഇതിപ്പോൾ മൊത്തം ഇങ്ങനെയായി. കാരണം എന്താണ്, നമ്മൾ അകത്ത് കയറി ഇനി അതിനെ വീണ്ടും എഡിറ്റ് ചെയ്യണം. അൺഗ്രൂപ്പ് ഓൾ കൊടുത്തിട്ട് വീണ്ടും ഇതിൻ്റെ അകത്ത് കയറി. കണ്ടോ? ഷേപ്പായി. വീണ്ടും ഇപ്പോൾ ഷേപ്പായി. ഇനി വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ? അങ്ങ് അകത്ത് കയറി പോയാൽ മതി. പക്ഷേ അതിനെല്ലാം മുന്നേ ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്ലയൻറ്റ് ഒരു കറക്ഷൻ പറഞ്ഞാൽ നമുക്ക് വീണ്ടും അതിൻ്റെ അകത്ത് കയറാം. ബ്രേക്ക് ചെയ്ത് കയറി പോയി കറക്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് കോറൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. മനസ്സിലായ സംഭവം? ഇനി ഇതിൻ്റെ അകത്ത് കൂടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ഗ്രാഫിക്സ് എഴുതിക്കുന്നതിലും ഒരു ഷാഡോ ഇതും കൊടുത്താലേ കറക്റ്റ് ഒരു ഫീൽ വരുള്ളൂ. സോ നമുക്ക് ബ്ലോക്ക് ഷാഡോ കൊടുക്കണമെങ്കിൽ ബ്ലോക്ക് ഷാഡോ കൊടുക്കാം. പക്ഷേ അതിൻ്റെ അകത്ത് ബ്ലോക്ക് ഷാഡോ ആയിട്ട് ഫീൽ മറ്റേലായിരിക്കും. കണ്ടോ? ഇതിലൊരു സുഖമില്ല ബ്ലോക്ക് ഷാഡോ കൊടുത്തു കഴിഞ്ഞാൽ. അത് ലോഗോയിലൊക്കെ ബ്ലോക്ക് ഷാഡോ വർക്ക് ചെയ്യുള്ളൂ. ഇതിൻ്റെ അകത്ത് നമുക്ക് 2 ഷാഡോ കൊടുക്കാം. ഫസ്റ്റ് ഒരു ഷാഡോ ഡ്രോപ്പ് ഷാഡോ ടൂൾ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വരച്ചേ. ഇപ്പം ഏത് ഷാഡോ ആണ് വന്നത്? നോർമൽ ഷാഡോ. ഈ പ്രീസെറ്റ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് പല രീതിയിലുള്ള ഷാഡോസ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. കണ്ടോ? ഇപ്പം ഇതിൻ്റെ മുകളിലാണ് കുറച്ചൊരു കട്ടിയുള്ളൊരു ഷാഡോ ആണ് വന്നത്. അത് ഏതാണ്? ഡ്രോപ്പ് ഷാഡോ. ഇത് ഇന്നർ ഷാഡോ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്നർ ഷാഡോ വേറെ, ഡ്രോപ്പ് ഷാഡോ വേറെ. അപ്പോൾ ഏതാണെന്ന് പറഞ്ഞാൽ ആ ഷാഡോ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുന്നു. വീണ്ടും ഞാൻ ഇതിൻ്റെ അകത്ത് വന്നു, ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് വരച്ചു. അതിൻ്റെ അകത്തൊരു ഇത് ഫില്ല് ചെയ്തു, ഷിഫ്റ്റ് പേജ് ഡൗൺ. കണ്ടോ? ഇനി വേണമെങ്കിൽ ഇനി വീണ്ടും ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യാം. ഈ നിങ്ങൾക്ക് ഷാഡോ ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചിട്ട് ഒരു ബ്ലാക്ക് അടിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, എഫക്ട്സിൻ്റെ അകത്ത് ബ്ലറിൻ്റെ അകത്ത് ഒരു ഗോസ്റ്റൻ ബ്ലർ അടിച്ചു കൊടുക്കുക. ഫുൾ മൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ കൊടുത്തു. ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവച്ച് കൊടുക്കുക. എന്നിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാലും ഷാഡോ നമുക്ക് ആ രീതിയിലും ക്രിയേറ്റ് ചെയ്യാം. മനസ്സിലായ? അല്ലെങ്കിൽ ഈ താഴെ ഇരിക്കുന്ന രീതിയിൽ ഷാഡോ ആണെങ്കിൽ അങ്ങനെയും ക്രിയേറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഷാഡോയുടെ കാര്യത്തിൽ നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല. നമുക്ക് ഏത് രീതിയിലുള്ള ഷാഡോ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഞാൻ സ്വല്പം കൂടെ വലുതാക്കി കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളർ കൊടുക്കാം. അപ്പോൾ ഷാഡോ കുറച്ചും കൂടെ അറിയാൻ പറ്റുള്ളൂ. സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. മനസ്സിലായ സംഭവം? അപ്പം നോക്കിയേ, കണ്ടോ? അപ്പോൾ എനിക്ക് ഇതുപോലത്തെ ഔട്ട്പുട്ട് വേണം കേട്ടോ. ലോഗോ ഒരു 10 ലോഗോ എങ്കിലും കോറൽ ഡ്രോ ചെയ്താലേ തെളിഞ്ഞ് വരാൻ പറ്റുള്ളൂ. ഒന്ന് ഇതുപോലത്തെ ഷേപ്പ് വെച്ചിട്ടുള്ളത്, ഇതുപോലത്തെ ഒരെണ്ണം. പിന്നെ ഇങ്ങനെ ഒരു ഷേപ്പ് വെച്ചിട്ടുള്ള, പിന്നെ ഇതേപോലെ നെറ്റ്ഫ്ലിക്സിൻ്റെ ലോഗോയൊക്കെ ചെയ്യല്ലേ, അതുപോലെ ഏതെങ്കിലും ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്ത് അതിനെ 3D ഒക്കെ ആക്കിയിട്ട് നല്ല രീതിയിൽ കൊണ്ടുവന്നെടുക്കുക.
ഓക്കെ.